ഹലോ ഫിലോസ് വി ആർ മാക്രീസ് ഓൺ ദ റോൾ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇവിടെ വരെ ട്രൈ ചെയ്യാത്ത ഒരു കാര്യമാണ് ട്രൈ ചെയ്യാൻ പോണത്. ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു മ്യൂസിക് ഷോനാണ് പോകുന്നത്. അത് എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ലാൻറ്റേൺ ഫെസ്റ്റിവൽ വരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈവൻ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. സോ വി ആർ റിയലി സൂപ്പർ ഡ്യൂപ്പർ എക്സൈറ്റഡ്. ഞങ്ങളിപ്പോൾ ആ വെന്യൂയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അവിടുന്ന് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബാംഗ്ലൂർ ട്രാഫിക്കിൽ അരമണിക്കൂർ എത്തേണ്ടിയിരുന്ന ലൊക്കേഷനിൽ ഞങ്ങൾ എത്തിയത് 1.25 മണിക്കൂറത്തെ ട്രാഫിക്കിൽ പെട്ടിട്ടാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ തീരുമാനമായി പോയി. പക്ഷെ ഇതാണ് നമ്മുടെ വെന്യൂ. ഉത്സവ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇതൊരു ഔട്ട്ഡോർ ഇവന്റ്സ് നടക്കുന്ന ഒരു വെന്യൂ ആണ്. അത്യാവശ്യം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ചെന്ന് നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബുക്ക് മൈ ഷോയിലാണ് എടുത്തത്, നമ്മുടെ കൈമ കെട്ടാനുള്ള ബാൻഡും നമ്മുടെ ലാൻഡേൺ കിട്ടാനുള്ള ടോക്കണും അവർ ആദ്യം ഇഷ്യൂ ചെയ്യും. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ പോൺസ് രണ്ട് സൈഡിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടെ പോയിട്ടാണ് നമ്മൾ ആദ്യത്തെ DJ ഷോന്റെ അവിടേക്ക് എത്തുന്നത്. സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്, സ്മോക്കിംഗ് ഒന്നും അകത്ത് അലൗഡ് അല്ല. അപ്പൊ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു സെറ്റിങ്ങിൽ കൂടെ കടന്നിട്ട് ആദ്യം നമ്മൾ ചെന്നെത്തുന്നത് ഒരു DJ പാർട്ടി നടക്കുന്ന ഒരു ഇവന്റ് സ്റ്റേജിലേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാൻഡേണിന്റെ ഭാഗത്തേക്ക് കടക്കുന്നത്. ഈ ആവേശം കൊണ്ട് തുന്തിലതയായി ഓടിപ്പോകുന്ന എന്നെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അവിടെ എന്നെ കാത്ത് ആരോ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സിനായിരുന്നു കാണാനാണ്. ആരുമില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഷോന് പോകുന്ന എക്സൈറ്റ്മെന്റ് തലക്കടിച്ചിട്ടുള്ള ഓട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാൻഡേൺസ് ആർ ഓൾറെഡി ദർ ഇൻ ദ സ്കൈ. 6 മണിക്കാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് 5 മണി തൊട്ട് ഗേറ്റ്സ് ഓപ്പൺ ആയിരുന്നു. 4 അവേഴ്സിന്റെ ഒരു ഷോ ആയിരുന്നു. സൈമൾട്ടേനിയസ്ലി അവിടെ ഒരു DJയും നടക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ടാണ് അവർ ഈ ലാൻഡേണിന്റെ സെറ്റിംഗ് ചെയ്തിരുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ദർ വാസ് ക്വൈറ്റ് എ ക്രൗഡ്. ഞാൻ അങ്ങനെ ഭയങ്കര ഹ്യൂജ് ക്രൗഡ് എന്നൊന്നും പറയില്ല. ബട്ട് വാട്ട് ഹാപ്പൻ വാസ്, ഒരു ചെറിയൊരു ഓർഗനൈസേഷന്റെ ഒരു കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതിൽ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഞങ്ങൾ ആദ്യം ചെന്ന ഉടനെ കുറച്ചധികം നേരം DJ എൻജോയ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ആ റഷ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു. ബട്ട് അഗൈൻ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. ഞങ്ങൾ തിക്കും തിരക്കും അടിച്ചിട്ടാണ് പോയിട്ട് ലാൻറ്റേൺ കളക്ട് ചെയ്തിട്ട് ലാൻറ്റേൺ വിടുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അത് അഗൈൻ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ആയിരുന്നു. ഇപ്പൊ ഈ നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾ ഉൾപ്പെടെ ലാൻറ്റേൺ കളക്ട് ചെയ്ത് നിൽക്കുന്നവരാണ്. നമ്മൾ ലാൻറ്റേൺ ലൈറ്റ് ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ അപകടം ഉണ്ടാവും. ഇത് ലാൻറ്റേണിന്റെ ലൈറ്റ് ചെയ്തിട്ട് ബേസിക്കലി അതിനുള്ള ഹോട്ട് എയർ ഫിൽ ആവണം. അപ്പോഴാണ് നമ്മുടെ ലാൻറ്റേൺ റൈസ് ആയിട്ട് ശരിക്കും പോകുന്നത്. അത് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ഒരാളുടെ തലയിൽ പോയിരുന്ന് കത്താനാണ് സാധ്യത. അങ്ങനെ 2-3 പാളിച്ചകൾ അവിടെ ഉണ്ടായി. ആരുടെയും തല കത്തിന്നല്ല കേട്ടോ. പക്ഷെ അത് ശരിക്കും പൊങ്ങാതെ താഴെ തന്നെ വീണു, കെട്ടുപോയി, ലാൻറ്റേൺ കത്തിപ്പിടിച്ചു, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിന്നത് ചെയ്യുന്നത് ഒരു നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സുബബിയുടെ ലാൻറ്റേൺ കത്തിക്കണതിന്റെ വീഡിയോ മാത്രമാണ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. എന്റേത് കത്തിച്ചു. പക്ഷെ വാട്ട് ഹാപ്പൻ വാസ്, ആ വെച്ചിരിക്കുന്ന ഒരു കട്ടയില്ല, വാക്സോ ക്യാംഫർ എന്തോ ആണ്, ആ കട്ട ഞങ്ങളുടെ നിന്ന് കൊഴിഞ്ഞു പോയി. അപ്പൊ എന്റെ ലാൻറ്റേൺ പൊന്തിയില്ല ഗൈസ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല. എന്റെ ശരിയായില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് പ്രകടിപ്പിക്കാൻ പാടില്ലല്ലോ.
അപ്പൊ ഞങ്ങൾ ബബിയുടെ ലാൻറ്റേൺ വളരെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് കത്തിച്ചു. അതിൻ്റെ ഉള്ളിൽ ഹോട്ട് എയർ ഫില്ലാവാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും വളരെ അന്തസ്സായിട്ട് വെയിറ്റ് ചെയ്തു. ആ നേരത്തെ ഞങ്ങൾ ചുറ്റിലും പോകുന്ന ലാൻറ്റേൺസിനൊക്കെ ആസ്വദിച്ചു. അവിടെ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ചു, തിരക്കടിക്കരുതെന്ന്. എന്നിട്ട് ഞങ്ങളും ഞങ്ങളുടെ ലാൻറ്റേൺ കുറച്ചു നേരം ഇങ്ങനെ ഹോട്ട് എയർ ഒക്കെ ഫില്ലായി. അതിന്റെ എക്സൈറ്റ്മെന്റ് ബബിയുടെ മുഖത്തും ഉണ്ട്, എന്റെ മുഖത്ത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, പക്ഷെ ഉണ്ട്. ഞങ്ങളും ഞങ്ങളുടെ ലാൻറ്റേൺ അടിപൊളിയായിട്ട് വിട്ടു. അപ്പൊ എനിക്ക് ടാങ്കിൾഡ് മൂവി കണ്ടതിന് ശേഷം വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഈ ലാൻറ്റേൺ ലൈറ്റ് ചെയ്ത് വിടുക എന്നുള്ളത്. ശരിയാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഈ ലാൻറ്റേൺ ഇപ്പൊ ഈസിലി അവൈലബിൾ ആണ്, മേടിച്ച് നമുക്ക് വിടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ ഒരു ഗ്യാതറിങ്ങിൽ ചെന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ എന്തോ ഒരു, അവിടെ ആരെയും നമുക്ക് അറിയില്ലെങ്കിൽ പോലും എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് ഫെൽറ്റ് ഗുഡ്. ഷോ ഇറ്റ് വാസ് ഈവൻ ദോ ഇറ്റ് വാസ് ബിസി ക്രൗഡഡ്, പക്ഷെ എന്നാലും ഞങ്ങൾ അത് എൻജോയ് ചെയ്തു. ആ ഒരു മൊമെന്റ് വെൻ വി ലെഫ്റ്റ് അവർ ലാൻറ്റേൺസ്, ഇറ്റ് വാസ് റിയലി സ്പെഷ്യൽ ഫോർ us. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് സ്കൈ ഫുൾ ലാൻറ്റേൺസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് റിയലി റിയലി കൂൾ. പിന്നെ ഞങ്ങളും ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നടക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ? നമ്മളപ്പോ ആർട്ടിസ്റ്റ് ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ഈസിയാണ്, വെറുതെ ഈസി സ്റ്റെപ്പാണ്. പക്ഷെ ഞങ്ങൾ ചെന്നിട്ട് പോരുന്നതിന്റെ കുറച്ച് മുന്നേ വരെയും അവർ കണ്ടിന്യൂസ്ലി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ദാറ്റ് ഈസ് റിയൽ ടാലന്റ്. പിന്നെ അവിടെ ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയുന്നവർക്ക് അങ്ങനെ ഫുഡ് എന്ന് പറയണ്ട, വെജും നോൺ വെജും ബോത്ത് വാസ് അവൈലബിൾ. ഞങ്ങൾ ഫുഡ് കളക്ട് ചെയ്തിട്ട് വളരെ ശാന്തമായിരുന്നു കാണുകയാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ഡ്. സോ ലൈക്ക് ടു ഷോ ലവ്, ഷെയർ ടു സ്കെയർ ആൻഡ് subscribe to be surprised. So bye. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ.